ഞാൻ ഇപ്പോ അമ്മ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഈ റോഡും ഇതിലെ കൂടെ നമുക്ക് കാണാം. ഇതിലെ കൂടെ എല്ലാം ഞാൻ ചെറുപ്പത്തിൽ ഓടി നടന്ന സ്ഥലങ്ങളാണ്. ഞാൻ 3ാം ക്ലാസ്സിൽ ഇവിടെ പഠിച്ചത്. ഹായ് ഫ്രണ്ട്സ്, ട്രാവലോവറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും കേരളത്തിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മള് കേരളത്തിൽ വന്നിട്ടുള്ള ഫസ്റ്റ് വ്ലോഗാണ്. കേരളത്തിൽ വന്നതിന് ശേഷം ഇപ്പൊ സാങ്കേതിക കാരണങ്ങളാൽ വന്ന പാടെ തന്നെ ഒന്നും നിങ്ങൾക്ക് എടുത്തു തരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. നമ്മൾ കുറച്ച് തിരക്കിലായിരുന്നു. സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിനൊക്കെ ഓട്ടമായിരുന്നു. പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴൊന്ന് ഫ്രീ ആയേ. ഇപ്പൊ അമ്മ വീട്ടിൽ വന്നിരിക്കുകയാണ്. പൈസക്കരിയില് മമ്മീന്റെ വീട്ടില് വന്നിരിക്കുകയാണ്. മമ്മി ഇല്ലാത്ത ശേഷം എനിക്കൊന്ന് 2ാമത്തെ പ്രാവശ്യം നമ്മളിവിടെ വരുന്നത്. മൂന്നാമത്തെ പ്രാവശ്യം ഇവിടെ വന്ന് ചാച്ചനെ കണ്ടു. എല്ലാവരുടെയും സ്നേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെ കണ്ട് സംസാരിച്ച് ഭയങ്കര സന്തോഷമായി. ഈ ചെറിയ ലീവിൽ വന്നിട്ട് നമ്മൾ ഇവരെയൊക്കെ കാണാൻ. അതെ, ഭയങ്കര സന്തോഷം. നമ്മള് യഥാർത്ഥത്തിൽ നമ്മള് നാളെ പോവാ. നമുക്ക് 3 ദിവസം വരെയൊക്കെ ലീവ്, 4 ദിവസമുള്ളൂ അല്ലേ? ആ 4 ദിവസത്തിൽ 2 ദിവസം യൂണിവേഴ്സിറ്റി പരിപാടിയിലേക്ക് പോയി. ബാക്കി ഒരു 2 ദിവസത്തിനുള്ളിൽ നമ്മൾ എല്ലായിടത്തും കാണാൻ വന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഇതാണ് നാടൊക്കെ. ഞാൻ ഇപ്പൊ തിരിച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിന്റെ സ്ഥിതിയൊക്കെ. ഇതാണ് ഇതാണ് മൊത്തം റബ്ബർ തോട്ടം. പണ്ട് ഞാൻ ചെറുപ്പത്തിൽ ഇതിലേക്കൂടെ ഓടി നടന്ന സ്ഥലങ്ങളൊക്കെയാണ്. എന്റെ ഫുൾ നൊസ്റ്റു ആണ് ഇത് മുഴുവൻ എന്റെ നൊസ്റ്റാൾജിയാണ്. ഞാൻ ഇവിടെ 3ാം ക്ലാസ്സിൽ ഇവിടെ പഠിച്ചത്. അമ്മ വീടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഞാനിപ്പോ അമ്മ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഈ റോഡും ഇതിലെ കൂടെ നമുക്ക് കാണാം. ഇതിലെ കൂടെ എല്ലാം ഞാൻ ചെറുപ്പത്തിൽ ഓടി നടന്ന സ്ഥലങ്ങളാണ്. ഞാൻ 3ാം ക്ലാസ്സിൽ ഇവിടെ പഠിച്ചത്. അതുപോലെ ഏതൊരു അവധിക്കും ഇവിടുത്തെ അങ്കിളുമാര് പോകുന്നുണ്ട്. അന്നേരം എന്നെ കൂട്ടിക്കൊണ്ട് പോയത്. ഞാൻ ഇവിടെ തകർത്ത സ്ഥലങ്ങളാണ്. അത്ര നൊസ്റ്റാൾജിയ ഫീലിംഗ് ആണ്. നമ്മളെ എന്നാ പറയാനുള്ള നമ്മളെ പഴയ ഇതിലേക്ക് തിരിച്ചു പോകുന്നെന്ന് പറഞ്ഞാൽ അത്ര ഫീലിംഗ് ആണ്. ഇവിടെ വന്ന് സർപ്രൈസ് ആയിട്ട് ആന്റിമാരെ എല്ലാരെയും കാണാൻ പറ്റി. നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല എല്ലാരെയും ഒന്ന് കാണാൻ പറ്റുമെന്ന്. കല്യാണം കഴിഞ്ഞിട്ട് ഞാനും ആദ്യമായിട്ടാണ് സിസ്റ്റർ ആന്റിമാരെ കാണുന്നത്. ഇത്രയും വർഷമായിട്ട് 1.5 വർഷത്തിനടുത്ത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ആരും ഇല്ലായിരുന്നു. ഇവിടെ ചാച്ചനെയും അങ്കിളിനെ മാത്രം കണ്ടിട്ട് പോയായിരുന്നു. ഇപ്പൊ എല്ലാരെയും ഇവിടെയൊക്കെ വളരെ സന്തോഷകരം തോന്നുന്നു. ചക്കവറുത്ത് നിന്നിട്ട് തൊണ്ണ കുടിക്കണം. ആക്രാന്തം കാണിച്ചതാണ് ഗൈസ്, ആരും പേടിക്കണ്ട കേട്ടോ. ഇത് പനയല്ലേ? ഇത് പനയല്ലേ? ഇത് കണ്ടോ? ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. ഈ കുളത്തിൽ നിന്ന് നമ്മള് മീൻ പിടിക്കുക. ഫോളോ മീ ക്യാമറാമാനെ, ഇത് കണ്ടോ നിങ്ങൾ? ഇങ്ങനെയുള്ള സ്ഥലത്തൂടെ വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ക്യാമറമാൻ ഇച്ചിരി സ്ലോ ആണ്, ആർക്കും ഒന്നും തോന്നല്ലേ. ഇവിടെ വലിയ കുഴിയാണ്. അങ്ങോട്ട് ഇവിടെ പോയാൽ പിന്നെ തിരിച്ചു കിട്ടില്ല. ഇവിടെ വലിയ കുഴിയാണ്. ഇതിലെ കൂടെ താഴെ ചെല്ലുമ്പോ വെള്ളം ഒഴുകുന്നതാ. വെള്ളം ഒഴുകുന്നത് ഇവിടെ ചാരി ഒരു പൊട്ടാണ്. ഇത് പൊട്ട് പോലെ നമ്മൾ എന്നാ പറയാനുള്ള ഒരു വെള്ളം ഒഴുകുന്നതും അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പക്ഷെ ഇത് സ്ഥലത്തിലുള്ളതാണ്. താഴെ ചെല്ലുമ്പം അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ നിന്നാണ് ഞങ്ങള് നനയ്ക്കാനൊക്കെ അവിടുന്ന് മോട്ടർ അടിച്ചിട്ട്. ഇപ്പൊ വേനലായതുകൊണ്ട് പറ്റിയതാ. ഇപ്പം വേനലായതുകൊണ്ട് പറ്റിയതല്ല. അവിടെ മോട്ടർ ഉണ്ട്, എടുക്കേണ്ട വരുന്നില്ല. നമുക്ക് എല്ലാ വെള്ളമുണ്ട്. ഓക്കെ, അവിടുന്ന് മോട്ടർ അടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റൂല, ഫുള്ള് കാടാ. അവിടെ മോട്ടർ അടിച്ച് നമ്മൾ അവിടെ ടാങ്ക് ഉണ്ട്, ആ ടാങ്കിലേക്ക് എടുക്കും. അത് കഴിഞ്ഞ് അവിടെ നിന്നാണ് വീട്ടിലോട്ട് ഒരാവശ്യത്തിന് വെള്ളത്തിന്. ഇവിടെ ഉരുണ്ട് പോയ താഴേക്ക് ഉരുണ്ട് പോയെന്നേ ഉള്ളൂ. നോക്കണ്ട, പൊക്കോട്ടോ. ഇതാണ് മറ്റേ റബ്ബർ മരങ്ങളിലൂടെ കൊണ്ട് നടന്നിട്ട് ഇത് ചെറുതായിരുന്നു, ഇപ്പൊ ഇത് വലുതായി. അങ്ങനെ നൊസ്റ്റാൾജിയമായൊരു എന്താ പറയാ, നൊസ്റ്റാൾജിയമായിട്ടൊരു യാത്ര. ഇതിലെ കൂടെ തിരിച്ചു നടക്കാൻ പറ്റില്ല, തെന്നി വീഴും. അങ്ങനെ നമ്മള് ദേവ്ബാബന്റെ വീട്ടിലൊക്കെ പോയിട്ട് ദേവ്ബാബന്റെ വീട്ടിൽ പോയിട്ട് നേരെ തറവാട്ടിലോട്ട് പോകണം. ചേട്ടൻ ഇങ്ങനെ ഓടിയാല് ചേട്ടയുടെ കാലിന് നീളം കൂടുതലുണ്ട്. എന്റെ കാല് കുഞ്ഞിതാണ്. എന്നിട്ട് ഓടി ഇറങ്ങിക്കഴിഞ്ഞാല് ഞാൻ അതുപോലെ ഓടിയാല് ഉരുണ്ട താഴെ വരെ പൊക്കോളും. പേരയാ, ഇത് പേര മരമാണ്. പക്ഷെ പേരക്കില്ല. പൂവാകയല്ല, ഇത് പേരക്കാ. ഗുവ. ദിസ് ഈസ് ഗുവ ട്രീ. പൂവാ. അതേതാ സിനിമ? ഞാൻ നേരെ പിടിക്കുന്നുണ്ട് ഏട്ടേ. നിങ്ങൾ ചേട്ടാ പിടിച്ചോ.
എല്ലാവരെയും സേവനം സഹകരണം ഏറ്റുവാങ്ങി ഇത് കണ്ടോ, മണ്ടരി ബാധിച്ച തേങ്ങയൊക്കെയാന്ന് തോന്നുന്നു കിടപ്പുണ്ട് ഇവിടെ. അയ്യോ അല്ല, ചെറുതായിട്ടൊന്ന് സ്ലിപ്പായതാണ്. കണ്ടോ, ഇത് തേങ്ങ വീണ് കിടക്കുന്ന. ഇവിടെ നമ്മുടെ മധ്യപ്രദേശിലെ തേങ്ങ പോലെയല്ല, നല്ല മധുരമുള്ള തേങ്ങ. ഇങ്ങനെയൊക്കെ പിടിക്കാം.